ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നലത്തെയും നമ്മുടെ ട്രേഡ്സ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം സെബിയുടെ പുതിയ റൂൾസൊക്കെ എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഈ ലൈവിൽ വന്ന് അങ്ങനെ ട്രേഡ്സ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, പിന്നെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഒന്നും പാടില്ല, മാർക്കറ്റ് നാളെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് പുതിയ റൂള്. അപ്പം നമ്മളതൊന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പേഴ്സണലി എടുത്ത ട്രേഡ്സ് ഇന്നത്തെ ഡേ കഴിഞ്ഞ് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അത്യാവശ്യം സൈഡ് വൈസ് ഡേ ആയിരുന്നു. ഫസ്റ്റ് ട്രേഡ് വന്നത് നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തപ്പം ഈ ഒരു ലെവൽ നമ്മൾ അഗ്രസീവ് എൻട്രിയാണ് എപ്പോഴും പ്ലാൻ ചെയ്യുന്ന പോലെ അഗ്രസീവ് എൻട്രി തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അത് സ്റ്റോപ്പിൽ സെറ്റ് ചെയ്തു. ഇവിടെയാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇവിടെയാണ് ആക്റ്റീവ് ആയത്. ഇവിടെയാണ് പ്ലാൻ ചെയ്തത്. എക്സാക്റ്റ് നമ്മുടെ എൻട്രി ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവിടെ വരെ പോയിട്ട് എൻട്രി ട്രിഗർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഡൗൺ പോയി. അപ്പം 5 മിനിറ്റിലാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ബ്രേക്കൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. ഒരു 30 പോയിന്റ് സെൽ അടിച്ചു. പിന്നെ നമ്മൾ ഈ ചെറിയ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ഡൗൺ സൈഡ് ഒരു എൻട്രി എടുത്തു. ആ എൻട്രി പ്രീമിയത്തിൽ ആക്റ്റീവ് ആയില്ല, പ്രീമിയത്തിൽ ആക്റ്റീവായി. പ്രീമിയത്തിൽ ആക്റ്റീവ് ആയതിനു ശേഷം നമ്മളത് പോസിറ്റീവ് എക്സിറ്റ് ചെയ്ത് മാറി. നമ്മുടെ ഈ രീതിയിലൊക്കെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. അതിനുശേഷം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡ് വൈസ് ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ സൈഡ് വൈസ് ആയിരുന്നു. നമ്മുടെ ഡൗൺ സൈഡ് വ്യൂ ഏകദേശം കറക്റ്റ് ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ചെറിയൊരു മൂവ്മെൻ്റ് ഒന്ന് താഴേക്ക് വന്നത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് കഴിയാറായപ്പോഴാണ് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പം ഒരു 300 പോയിൻറ്റ് 360 പോയിൻറ്റിനകത്ത് നിന്ന് മാർക്കറ്റ് സ്റ്റക്കായിപ്പോയി. 250 പോയിൻറ്റിനകത്ത് ബാങ്ക് നിഫ്റ്റി. അതുപോലെ തന്നെ നിഫ്റ്റിയും ചെറിയൊരു റേഞ്ചിൽ 100-160 പോയിൻറ്റ് റേഞ്ചിൽ സ്റ്റക്കായിരിക്കുകയായിരുന്നു. സൈഡ് വൈസ് 120 പോയിൻറ്റ്. ഓക്കെ, നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ലെവൽസ് ആയിരുന്നു. ഈ ലെവൽസിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് തന്നെയായിരുന്നു മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ്സ് ഒന്നും വന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ ട്രേഡ്സ് 2 ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നില്ല. ഇന്നലത്തെ ട്രേഡ്സ് ഒരു ട്രേഡ് എടുത്തുള്ളായിരുന്നു. നമ്മൾ പറഞ്ഞില്ല, ഒരു വിന്നിങ് സ്ട്രീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒരു ഡേയിൽ എടുക്കാറുള്ളൂ. ഇന്നലത്തെ ട്രേഡ് എടുത്തത് സിമ്പിൾ ലോജിക്കാണ്. ചെറിയൊരു കൺസോൾട്ടേഷൻ കാണിച്ചു. കൺസോൾട്ടേഷൻ ജസ്റ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളിവിടെ അഗ്രസീവ് എൻട്രി എടുത്തു. ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദർവാസ് ബോക്സ് എന്നൊക്കെ പറയാം. ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ ആയിട്ട് നമ്മുടെ പ്രീമിയത്തിൽ എൻട്രി ആക്റ്റീവായി. 30 പോയിൻറ്റ് സെൽ വെച്ചു. ശേഷം നമ്മൾ 100 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്തു. 100 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്തതിനു ശേഷം 150 പോയിൻറ്റിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഈ ക്യാൻഡിൽ എക്സാക്ട്ലി ഡി ക്യാൻഡിൽ വന്ന് നമ്മൾ ട്രailing SL ഹിറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് 150 പോയിൻറ്റ് പ്രീമിയത്തിൽ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് ഡൗൺ സൈഡ് പോയിട്ട് വീണ്ടും ഏകദേശം ആ ഒരു ഏരിയയിൽ അതിൻ്റെ ഹാഫ് വരെ വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്പ് സൈഡ് പോയി. അതായത് ഇന്നലെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രേഡ്. ഈ ഒറ്റ ട്രേഡ് ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ട്രേഡ് ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഫെബ്രുവരി 4. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ അടുത്ത ട്രേഡ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പം നമുക്ക് നാളത്തെ ലെവൽസും കൂടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ ലെവൽസ് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലോസിങ് മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് എക്സാക്റ്റ് 172 പോയിൻറ്റ് അപ്സൈഡ് മാർക്ക് ചെയ്യുന്നു. 172 പോയിൻറ്റ്. ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, നമ്മൾ ഇവിടെ റെഡ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ ഡേറ്റ് ആൻഡ് പ്രൈസ് റേഞ്ച് ടൂൾ വെച്ചിട്ട് ഗ്യാപ്പ് എടുക്കുന്നു. ഹാഫ് മാർക്ക് ചെയ്യുന്നു. തിരിച്ച് ടൂൾ ഡൗൺ സൈഡ് വെക്കുന്നു. റെഡ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ശേഷം നമ്മുടെ ബ്ലൂ ലൈൻ കൂടെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നാളത്തെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഫോർ ഇൻട്രാഡേ. പിന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ വരുവാണെങ്കിൽ ഈ ഗ്യാപ്പ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ടോ കയറി എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട്. നമുക്ക് സോൺ നാളെ വരുന്നത്
ഈ സോൺ മാർക്ക് ചെയ്യാം. ഈ ഒരു ട്രെൻഡിൻ്റെ 50% ഗോൾഡൻ സോൺ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നാളത്തെ നമ്മുടെ റേഞ്ച് വരുന്നത് 5 മിനിറ്റ് ഇട്ടിട്ട് ക്ലോസിംഗ് മാർക്ക് ചെയ്യുക. മുന്നൂറ് 299.90 ക്ലോസിംഗ് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് എക്സാക്ട്ലി 366 പോയിന്റ് അപ്സൈഡ് മാർക്ക് ചെയ്യുന്നു. 366 366. ചെറിയൊരു വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല. 366 മാർക്ക് ചെയ്യുന്നു. ഗ്യാപ്പ് എടുക്കുന്നു. ഔട്ട് സൈഡ് ലെവൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് എടുത്തതിന് ശേഷം അപ്പ് സൈഡ് ഡൗൺ സൈഡ് മാർക്ക് ചെയ്ത് പോകാം. നമ്മുടെ നാളത്തെ സോണ് ചെറിയ ട്രെൻഡിൽ ഈ സോൺ എടുക്കാം. ടൈം ഫ്രെയിം. ഓക്കെ, പിന്നെ ഈ ഒരു ട്രെൻഡും കൂടെ നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ്. പിന്നെ നമ്മുടെ ലെവൽസും പിന്നെ എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്, ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.